നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിനുള്ള ഫ്രാൻസിന്റെ 25-അംഗ സ്ക്വാഡ് കോച്ച് ദിദിയ ദശാംസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില നീക്കങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എൻഗോളോ കാണ്ടയെ സ്ക്വാഡിലേക്ക് മടക്കി വിളിച്ചിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തിരികെ ഫ്രാൻസിന്റെ ദേശീയ ടീമിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൗദി പ്രോ ലീഗിൽ നിന്നൊരു താരത്തെ ഇതാ ഫ്രാൻസ് അവരുടെ ദേശീയ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. കഴിഞ്ഞില്ല, ഫെർലാൻ മെൻഡി ഇപ്പോൾ ടീമിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ബ്രാഡ്ലി ബർക്കോള, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കോളപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കറന്റ് ഇഞ്ചോർഡ് ആയിട്ടുള്ള മൈനന്, ഷുവാമനി, കോമൻ എന്നിവരൊക്കെ സ്ക്വാഡിലേക്ക് വരുന്നു. എന്നാൽ എങ്കുങ്കുവിന് സ്ക്വാഡിൽ ഇടമില്ല. എന്നാൽ നമുക്ക് ദിദിയ ദശാംസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഫ്രാൻസിന്റെ 25-അംഗ സ്ക്വാഡിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അൽഫോൺസ് അരിയോല, മൈക്ക് മൈഗ്നാൻ, ബ്രൈസ് സാംബ എന്നിവരാണ്. ഡിഫൻഡർമാരായിട്ടുള്ളത് ജൊനാഥൻ ക്ലോസ്, തിയോ ഹെർണാണ്ടസ്, ഇബ്രാഹിമ കൊനാട്ടെ, ഹൂൾസ് കോണ്ടെ, ഫെർലാൻ മെൻഡി, ബെഞ്ചമിൻ പവാർഡ്, വില്യം സാലിബ, ഡായോട്ടോ പമക്കാനോ. മിഡ്ഫീൽഡർമാരായിട്ടുള്ളത് എഡ്വാർഡോ കമവിംഗ, യൂസുഫ് ഫൊഫാന, ആന്റോയിൻ ഗ്രീസ്മാൻ, എൻഗോളോ കാണ്ടെ, അഡ്രിയാൻ റാബിയോട്ട്, ഔർലിൻ ഷുവാമനി, വാറൻസെ റെമറി. ഇനി മുന്നേറ്റ നിരയിലുള്ളത് ബ്രാഡ്ലി ബർക്കോള, കിങ്സ്ലി കോമൻ, ഓസ്മാൻ ഡംബലെ, ഒളിവർ ഗിറൂദ്, റണ്ടാൽ കൊലമുവാനി, കിലിൻ എംബാപ്പെ, മാർക്കസ് തുറാം. ഏതായാലും ഗിറൂഡിന്റെ ഒക്കെ അവസാന അന്താരാഷ്ട്ര മത്സരങ്ങളാവാൻ സാധ്യതയുണ്ട് യൂറോ കപ്പിലെ മത്സരങ്ങൾ. വാറൻസെ റെമറിയെ പോലുള്ള യുവതാരത്തെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു. അങ്ങനെ യൂത്തും അതുപോലെ എക്സ്പീരിയൻസും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് ഇപ്പോൾ കോച്ച് ദിദിയ ദശാംസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ ഫുൾ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.